CPM നേതാക്കൾക്കെതിരെ നടപടിയെടുത്തില്ല, ഈ വിജയരാഘവനെതിരെ നടപടിയെടുത്തില്ല. ഇനി മാധ്യമപ്രവർത്തകർ, ആഷോ എന്ന് പറയുന്ന SFI നേതാവ് പരീക്ഷ എഴുതാതെ ജയിച്ചെന്ന് റിസൾട്ട് വന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത അഖില നന്ദകുമാറിനെതിരായി നടത്തിയ പരാമർശം എന്താണ്? ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെതിരായി നടത്തിയ പരാമർശങ്ങൾ എന്താണ്? സ്മൃതി പരുത്തിക്കാടിനെതിരായി നടത്തിയ പരാമർശങ്ങൾ എന്താണ്? മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപകരമായ അശ്ലീലകരമായ പരാമർശങ്ങൾ നടത്തി ഇവർ വേട്ടയാടിയപ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു? പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ മണിക്കൂറുകൾക്കകം ആണ് നടപടിയെടുത്തത്. അതൊക്കെ നിങ്ങൾ ഇത് കൊടുക്കുമ്പോൾ അതുകൂടി കൊടുത്താൽ മതി, ഞാനതിപ്പോൾ പറയുന്നില്ല. ഇപ്പൊ അവരൊരു ഇരയായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതിന്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെക്കുറിച്ചൊരു വാക്കും പറയുന്നില്ല. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തന്നെ തൊട്ടപ്പുറത്ത് ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായി? ഞാൻ ഈ പറഞ്ഞ കേസുകളെല്ലാം പോളിറ്റ് ബ്യൂറോ മെമ്പർ തൊട്ട് സാധാരണ പ്രവർത്തകർ വരെ സ്ത്രീകളെ അപമാനിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തരെതിരെ നടപടിയെടുക്കാത്ത CPM ആണ്. ഞങ്ങളെ കണ്ടു പഠിക്കണം. CPM ഒരു വിജയത്തെ ബാധിക്കില്ല. ഇതാണ് ജനങ്ങൾ പറയുന്ന. ഇതാണ് UDF കണ്ടോ? മണിക്കൂറുകൾക്ക് നടപടിയാണ്. ഇതാണ് ചോദ്യം. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ലതിക സുഭാഷിനെതിരായി VS അച്യുതാനന്ദന്റെ പരാമർശം എത്ര എണ്ണമാണ്? ഒരു 1/2 ഡസനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 1/2 ഡസൻ. പിന്നെ നിങ്ങളുടെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട്, നിങ്ങളുടെ സഹോദരിമാർക്കെതിരായി നടത്തിയ പരാമർശം ഇല്ലേ? ഞങ്ങളെന്താ പാലക്കാട് MLA-യുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ, സ്ത്രീകൾക്കെതിരായി പോസ്റ്റുകൾ വന്നപ്പോൾ ഞാനാണ് പരസ്യമായി പറഞ്ഞത്, ഒറ്റ UDF-കാരനും ഒറ്റ കോൺഗ്രസ്സുകാരനും അവർക്കെതിരായിട്ട്, ഈ സ്ത്രീ അതിജീവിതകൾക്കെതിരായിട്ട് എന്തെങ്കിലും ആവശ്യമില്ലാത്ത പരാമർശം സോഷ്യൽ മീഡിയയിൽ കൊടുത്ത ഒരു പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഞങ്ങളാണ്. ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ ഈ മുഖ്യമന്ത്രി പറയുന്ന ഇരട്ടത്താപ്പല്ല ഞങ്ങൾക്ക് ഈ നിലപാട്. ഞങ്ങളുടെ നിലപാട് ശക്തമാണ്. ഒരു വിട്ടുവീഴ്ചയില്ല എൻ്റെ അത്. ഒന്നുമില്ല അതിനകത്ത്. കൃത്യമായിട്ട് ഞാൻ അതൊക്കെ വെറുതെ ഈ ആരോപണം, ഈ സ്വർണ്ണക്കൊള്ള ആരോപണത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാത്രമല്ല കട്ടത്, മറ്റവരും കട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു കളവും നടന്നിട്ടില്ല എന്നപ്പോൾ കോടതി പറഞ്ഞത്. കോടതി നിരീക്ഷണത്തിൽ നടന്ന കാര്യം. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ വിധി കൂടിയുണ്ട് ഈ നടപടിക്രമങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട്. അദ്ദേഹത്തെ പോലെ സമുന്നതനായ ഒരു നിയമ പണ്ഡിതനായ ഒരാൾ നടത്തിയ ജഡ്ജ്മെന്റ് കൂടിയുണ്ട്. ഞാനത് വായിച്ചാണ് ഒരിക്കൽ. മനസ്സിലായില്ല? അപ്പൊ ക്ലിയർ ആയല്ലോ എല്ലാ കേസും. തെരഞ്ഞെടുപ്പിൽ പല സ്ഥലത്തും അങ്ങയുടെ ചിത്രം ഒഴിവാക്കി മറ്റു നേതാക്കന്മാരുടെ ചിത്രം ഉൾപ്പെടുത്തി അത് മുഖ്യമന്ത്രി പറവൂരിലെ ഞാൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF ചെയർമാനാണെങ്കിലും പറവൂരിലെ സ്ഥാനാർത്ഥി മാത്രമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.